Hi, my dear children. Welcome to next topic, marketing and selling. വിപണനവും വിൽപ്പനയും. വിപണനം, വിൽപ്പന എന്നീ വാക്കുകൾ പലപ്പോഴും ഒരേ അർത്ഥത്തിൽ പ്രയോഗിക്കാറുണ്ട്. എന്നാൽ അവയുടെ അർത്ഥം വ്യത്യസ്തമാണ്. ഏതൊക്കെ രീതിയിലാണ് ഈ പദങ്ങൾ വ്യത്യാസപ്പെട്ട് കിടക്കുന്നത് എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പുതിയ ടെക്സ്റ്റില് ഈ ടോപ്പിക്ക് വളരെ കുറച്ചേ ഉള്ള ഒരു ബോക്സിനകത്താക്കി തന്നിരിക്കുന്ന ഭാഗമാണ്. എന്നാൽ പഴയ ടെക്സ്റ്റില് വിശദമായി കിടപ്പുണ്ട്. പുതിയ ടെക്സ്റ്റ് ഇല്ലാത്തത് കാരണം വളരെ ചുരുങ്ങിയ തോതിൽ കൂടുതലും സ്ലൈഡിൽ നിന്നുള്ള പോയിന്റുകൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. നമുക്ക് ഷോർട്ടായിട്ട് പഠിച്ചാൽ മതി. നമുക്ക് നോക്കാം. ഈ രണ്ട് പദങ്ങളും ചിലപ്പോൾ ഒന്നായി കണക്കാക്കാറുണ്ട്. വിൽപ്പന വിശാലമായ പ്രവർത്തനങ്ങളുള്ള വിപണനത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്. അതായത് സെയിൽസ് എന്ന് പറയുന്നത് മാർക്കറ്റിംഗിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് വളരെ വിശാലമാണ്. ഉദാഹരണത്തിന് ടെലിവിഷൻ സെറ്റുകളുടെ വിപണനക്കാരൻ വിൽപ്പന നടത്തുന്നതിന് മുൻപ് ഏത് തരം ടെലിവിഷനാണ് നിർമ്മിക്കേണ്ടത് എന്ന് ആസൂത്രണം ചെയ്യണം, ഉൽപ്പന്നത്തിന്റെ വില നിശ്ചയിക്കണം, വിതരണ മാർഗങ്ങൾ തിരഞ്ഞെടുക്കണം, വിൽപ്പനാനന്തര സേവനങ്ങൾ എന്തൊക്കെ കൊടുക്കണമെന്ന് തിരഞ്ഞെടുക്കണം. ഇങ്ങനെ നിരവധി പ്രവർത്തനങ്ങൾ അവൻ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ചുരുക്കത്തില് ഉപഭോക്താവിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഉൽപ്പന്നങ്ങൾ ആസൂത്രണം ചെയ്യുക, വില നിർണയിക്കുക, പ്രോത്സാഹിപ്പിക്കുക, വിതരണം ചെയ്യുക എന്നിവയുമായി ബന്ധപ്പെട്ട മുഴുവൻ പ്രവർത്തനങ്ങളും വിപണനത്തിൽ അല്ലെങ്കിൽ മാർക്കറ്റിംഗിൽ ഉൾപ്പെടുന്നു. എന്നാൽ വിൽപ്പനയുടെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വിൽപ്പന, പരസ്യം ചെയ്യൽ, പ്രചാരണം, അതുപോലെ തന്നെ ഷോർട്ട് ടൈം ഇൻസെന്റീവ്സ്, ഹ്രസ്വകാല പ്രോത്സാഹനങ്ങൾ ഇവയൊക്കെ കൊടുക്കുന്നതായിരിക്കും. ഈ രീതിയിൽ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വിൽപ്പന വർദ്ധിക്കുന്നതുമായിട്ട് ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് സെല്ലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതിനാല് ഉൽപ്പന്നത്തിന്റെ ഉടമസ്ഥാവകാശം വിൽപ്പനക്കാരനിൽ നിന്ന് വാങ്ങുന്ന ആളിലേക്ക് മാറ്റുന്ന പ്രക്രിയയാണ് വിൽപ്പന. വിൽപ്പനയില് ഒരു ഉൽപ്പന്നം എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? പണമായിട്ട് കൺവേർട്ട് ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം. മാർക്കറ്റിംഗ് ആൻഡ് സെല്ലിംഗ്. മാർക്കറ്റിംഗ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ് ഓഫ് ഐഡന്റിഫൈയിങ് കൺസ്യൂമർ നീഡ്സ് ആൻഡ് ഫുൾഫില്ലിംഗ് സച്ച് നീഡ്സ് ത്രൂ പ്രോഡക്റ്റ് ഡെവലപ്മെന്റ്, പ്രൊമോഷൻ, പ്രൈസിംഗ് എക്സെട്ര. അപ്പൊ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു നിരന്തര പ്രക്രിയയാണ്, ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. ഇതിനകത്ത് കൺസ്യൂമേഴ്സിന്റെ നീഡ്സും വാണ്ട്സും ഒക്കെ എന്ത് ചെയ്യണം? ഐഡന്റിഫൈ ചെയ്യണം. അതുപോലെ തന്നെ ആ നീഡ് സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യണം. അവയ്ക്ക് ആവശ്യമായ പ്രൊമോഷന്, പ്രൈസിങ്, ഷോർട്ട് ടൈം ഇൻസെന്റീവ്സ് ഓഫർ ചെയ്യൽ, ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു വിശാലമായ ഒരു ടേമാണ് എന്തെന്ന് പറയുന്നത്? മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ്, മാർക്കറ്റിംഗ് ബിഗിൻസ് ബിഫോർ പ്രൊഡക്ഷൻ ആൻഡ് കണ്ടിന്യൂസ് ഈവൻ ആഫ്റ്റർ ദ സെയിൽസ്. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഉൽപാദനം തുടങ്ങുന്നതിന് മുന്നമേ ആരംഭിക്കുന്നു. കണ്ടിന്യൂസ് ഈവൻ ആഫ്റ്റർ ദ സെയിൽസ്. വിൽപ്പന കഴിഞ്ഞെന്നാലും മാർക്കറ്റിംഗിന്റെ ഫംഗ്ഷൻ അവിടെ തീരുന്നില്ല. അതിനുശേഷവും ഏത് ഫംഗ്ഷൻ കണ്ടിന്യൂ ചെയ്യും? മാർക്കറ്റിംഗ് കണ്ടിന്യൂ ചെയ്യും, അല്ലെ? ബിഗിൻസ് ബിഫോർ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ അതായത് പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് തൊട്ട് ഏത് ആരംഭിക്കുകയാണ്? മാർക്കറ്റിംഗ് ആരംഭിക്കുകയാണ്, അല്ലെ? ശരിയല്ലേ? അപ്പൊ മാർക്കറ്റിംഗ് ബിഗിൻസ് ബിഫോർ പ്രൊഡക്ഷൻ എന്ന് ആൻഡ് കണ്ടിന്യൂസ് ഈവൻ ആഫ്റ്റർ സെയിൽസ്. വിൽപ്പന നടത്തിയ ശേഷവും അവർക്കുള്ള ആഫ്റ്റർ സെയിൽസ് സർവീസ്, അവരുടെ കയ്യിൽ നിന്ന് ഫീഡ്ബാക്ക് വാങ്ങൽ, ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ മാർക്കറ്റിംഗിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് സെയിൽസ് നടന്നു കഴിഞ്ഞാലും മാർക്കറ്റിംഗ് തുടരുന്നു എന്ന് നമുക്ക് പറയാം. ബട്ട് സെല്ലിംഗ് ഈസ് ദ മിയർ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ഓഫ് ഗുഡ്സ് ഫ്രം ദ സെല്ലർ ടു ദ ബയർ. എന്നാൽ വിൽപ്പന എന്ന് പറഞ്ഞാൽ എന്താണ്? സാധനങ്ങളുടെ ഉടമസ്ഥാവകാശം ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണ്, അല്ലെ? കേവലം ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നത് സെല്ലറിൽ നിന്നും ബയറിലേക്ക്. അപ്പൊ അതിനാണ് എന്തെന്ന് പറയുന്നത്? സെല്ലിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഡിഫറൻസ് ബിറ്റ്വീൻ മാർക്കറ്റിംഗ് ആൻഡ് സെല്ലിംഗ്. മാർക്കറ്റിംഗും സെല്ലിംഗും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. നമുക്ക് അതിന് മുമ്പ് നമ്മുടെ ടെക്സ്റ്റിൽ ഒന്ന് നോക്കിയിട്ട് വരാം. നോക്കുക, ഞാൻ പറഞ്ഞു പുതിയ ടെക്സ്റ്റില് ഇങ്ങനെ മെയിൻ ഭാഗത്ത് ഇല്ല, ഒരു ബോക്സിനകത്തായിട്ട് അല്പം കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ. പക്ഷെ പല പരീക്ഷയ്ക്കും ഈ ഭാഗത്തു നിന്ന് മാർക്കറ്റിംഗിന്റെ സെല്ലിംഗിന്റെ ഡിഫറൻസ് എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിത് ഒഴിവാക്കുന്നില്ല. ഷോർട്ടായിട്ട് നമുക്ക് കൂടുതലും സ്ലൈഡിൽ നിന്നുള്ള
ഷോർട്ട് ആയിട്ടുള്ള ഒരു നോട്ട്സ് ഇതിന് തയ്യാറാക്കിയാൽ മതി. നമുക്ക് ഇതിന്റെ രണ്ട് ടേമിന്റെയും അർത്ഥം ഒന്ന് ടെക്സ്റ്റിൽ നിന്ന് നോക്കാം. ഇത് ടെക്സ്റ്റിൽ നിന്ന് വേണം എഴുതാനായിട്ട്. ഓക്കെ, നോക്കാം. മാർക്കറ്റിംഗ് റെഫേഴ്സ് ടു എ ലാർജ് സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് ഓഫ് വിച്ച് സെല്ലിംഗ് ഈസ് ജസ്റ്റ് വൺ പാർട്ട്. എന്താണ് ഇവിടെ പറയുന്നത്? സെല്ലിംഗ് എന്ന് പറയുന്നത് വിശാലമായ പ്രവർത്തനങ്ങളുള്ള വിപണനത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്, അല്ലെ? നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പൊ സെല്ലിംഗ് എന്ന് പറയുന്നത്, മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് വൈഡർ ആണ്. അതുപോലെയുള്ള ഒരു പ്രവർത്തനത്തിന്റെ ചെറിയൊരു പാർട്ട് മാത്രമാണ് ഏതെന്ന് പറയുന്നത് സെല്ലിംഗ് എന്ന് പറയുന്നത്. മാർക്കറ്റിംഗ് ഇൻവോൾവ്സ് all range of activities relating to planning, pricing, promoting and distributing the products that satisfy customers' needs. മാർക്കറ്റിങ്ങിനകത്ത് എന്തൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്? അതായത് പ്ലാൻ ചെയ്യണം, അല്ലെ? അതായത് ഇൻവോൾവ് all range of activities relating to planning, pricing, promotion and distributing the products that satisfy customers' needs. അതായത് ചുരുക്കി പറഞ്ഞാല് ഉപഭോക്താവിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഉൽപ്പന്നങ്ങൾ പ്ലാൻ ചെയ്യുക, ആസൂത്രണം ചെയ്യുക, അവയ്ക്ക് വില നിർണയിക്കുക, പ്രോത്സാഹിപ്പിക്കുക, വിതരണം ചെയ്യുക എന്നിവയുമായി ബന്ധപ്പെട്ട മുഴുവൻ പ്രവർത്തനങ്ങളുമാണ് മാർക്കറ്റിംഗിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇനി എന്നാൽ സെല്ലിംഗ് എന്ന് പറഞ്ഞാലോ? ദ ഫങ്ഷൻ ഓഫ് സെല്ലിംഗ് ഓൺ ദി അതർ ഹാൻഡ് ഈസ് റെസ്ട്രിക്റ്റഡ് ടു പ്രൊമോഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് through salesmanship, advertising, publicity and short-term incentives, so that title of the product is transferred from seller to buyer, or in other words product is converted into cash. ഇവിടെ എന്താ പറയുന്നത്? വിൽപ്പനയുടെ പ്രവർത്തനങ്ങൾ, വിൽപ്പന, പരസ്യം ചെയ്യൽ, പ്രചാരണം, ഹ്രസ്വകാല പ്രോത്സാഹനങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? ഷോർട്ട് ടേം ഇൻസെന്റീവ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട്. ഇതെല്ലാം നമ്മൾ വിശദമായിട്ട് പിന്നീട് പഠിക്കും കേട്ടോ. അപ്പൊ ഞാൻ കൂടുതലായിട്ട് പറയാം. അപ്പൊ ഈ രീതിയിൽ എന്ത് ചെയ്യുന്നു? പ്രോത്സാഹനങ്ങളൊക്കെ നൽകി സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വിൽപ്പന വർധനവുമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ സാധനങ്ങളുടെ സെയിൽസ് കൂട്ടുക എന്നുള്ള ഒരൊറ്റ കാര്യമേ ഏതിനകത്ത് ചിന്തിക്കുന്നുള്ളൂ? സെയിൽസിനകത്ത് ചിന്തിക്കുന്നുള്ളൂ. അല്ലാതെ വേറെ, അതായത് സെയിൽസ് ഇൻക്രീസ് ചെയ്യാനുള്ള കാര്യങ്ങൾ മാത്രം ആണ് സെയിൽസിൽ വരുന്നുള്ളൂ. അപ്പൊ അതിനാല് ഉൽപ്പന്നത്തിന്റെ ഉടമസ്ഥാവകാശം വിൽപ്പനക്കാരനിൽ നിന്ന് വാങ്ങുന്നയാളിലേക്ക് മാറ്റുന്ന പ്രക്രിയയാണ് എന്തെന്ന് പറയാം? വിൽപ്പന എന്ന് പറയാം. വിൽപ്പനയില് ഒരു ഉൽപ്പന്നത്തെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്? ഉണ്ടോ? ഇൻ അതർ വേർഡ്സ് പ്രോഡക്റ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ്. സെല്ലിങ്ങിനകത്ത് പ്രോഡക്റ്റിനെ ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് ജസ്റ്റ് മീനിങ് ആയിട്ട്, രണ്ടിന്റെയും മീനിങ് ആയിട്ടൊന്ന് എഴുതുക. അതിനുശേഷം നമുക്ക് സ്ലൈഡിൽ കാണിച്ചിരിക്കുന്ന ഷോർട്ട് ആയിട്ടുള്ള പ്രസന്റേഷൻ മതി. ടെക്സ്റ്റില് ഡീറ്റെയിൽ ആയിട്ടുണ്ട്, അതിലേക്ക് പോകുന്നില്ല, കാരണം പുതിയ ടെക്സ്റ്റില് ഇല്ലാത്തൊരു ടോപ്പിക്കാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ മാർക്കറ്റിംഗ് ആൻഡ് സെല്ലിംഗ്. ഫസ്റ്റ് ഡിഫറൻസ്, മാർക്കറ്റിംഗില് മാർക്കറ്റിംഗ് ഫോക്കസസ് ഓൺ കസ്റ്റമേഴ്സ് നീഡ്സ് ഓഫ് വൺ സാറ്റിസ്ഫൈങ് ഗുഡ്സ്. വിപണനം എന്താ ലക്ഷ്യം വെക്കുന്നത്, ഫോക്കസ് ചെയ്യുന്നത്? കസ്റ്റമറുടെ നീഡിനാണ്, അല്ലെ? അവരുടെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുന്ന ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക എന്നതാണ് മാർക്കറ്റിംഗിന്റെ ഫോക്കസ് എന്ന് പറയുന്നത്. അപ്പൊ ഫോക്കസസ് ഓൺ കസ്റ്റമേഴ്സ് നീഡ്സ് ഓഫ് വൺ സാറ്റിസ്ഫൈങ് ഗുഡ്സ്. ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ സംതൃപ്തിപ്പെടുത്തുന്ന ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുക. സെല്ലിംഗിന്റെ ഫോക്കസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫോക്കസസ് ഓൺ സെല്ലേഴ്സ് നീഡ്സ്, കൺവേർട്ടിംഗ് ഹിസ് ഗുഡ്സ് ഇൻ ടു ക്യാഷ്. അപ്പൊ മാർക്കറ്റിംഗ് ഫോക്കസ് ചെയ്യുന്നത് കസ്റ്റമേഴ്സ് നീഡ്സ് ആണ്. സെല്ലിംഗ് ഫോക്കസ് ചെയ്യുന്നത് എന്താണ്? സെല്ലറുടെ നീഡാണ്, വിൽപ്പനക്കാരന്റെ ആവശ്യമാണ്. അതായത് അവന്റെ കയ്യിലുള്ള ഗുഡ്സ് എങ്ങനെയെങ്കിലും ഒന്ന് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. കൺവേർട്ടിംഗ് ഹിസ് ഗുഡ്സ് ഇൻ ടു ക്യാഷ്, അതായത് ഗുഡ്സിനെ ക്യാഷ് ആക്കി കൺവേർട്ട് ചെയ്യുക. എങ്ങനെ വേണം? അതിന് ആവശ്യമായിട്ടുള്ള അഡ്വർടൈസ്മെന്റ് വേണമെങ്കിൽ അഡ്വർടൈസ്മെന്റ്, സെയിൽസ് പ്രൊമോഷൻ എങ്കിൽ സെയിൽസ് പ്രൊമോഷൻ, ഇൻസെന്റീവ്സ്, ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ ഏതിനകത്ത്? സെല്ലിങ്ങിന്റെ ഫോക്കസ് എന്ന് പറയുന്നത്. അതായത് ആരുടെ നീഡ് മാത്രമേ അവിടെ ഫോക്കസ് ചെയ്യുന്നുള്ളൂ? ഓൺലി സെല്ലേഴ്സ് നീഡ്സ്. എന്നാൽ മാർക്കറ്റിംഗിന്റെ ഫോക്കസ് എന്ന് പറയുന്നത് എന്താണ്? കസ്റ്റമേഴ്സ് നീഡ്സ് ആണ്, ഉപഭോക്താക്കളുടെ ആവശ്യങ്ങളാണ്. അപ്പൊ അവിടെ അവരെ ഉപഭോക്താവിന്റെ ആവശ്യം അറിയുന്നതിന് വേണ്ടിയിട്ട് മാർക്കറ്റ് റിസർച്ച് മുതലുള്ള പ്രവർത്തനങ്ങൾ അവിടെ ആരംഭിക്കുകയാണ്. നമുക്ക് ഫസ്റ്റ് പോയിന്റ് ചുരുക്കത്തിൽ എങ്ങനെ പറയാം? മാർക്കറ്റിംഗ് ഫോക്കസസ് ഓൺ കസ്റ്റമേഴ്സ് നീഡ്സ് വൈൽ സെല്ലിംഗ് ഫോക്കസസ് ഓൺ സെല്ലേഴ്സ് നീഡ്സ്. ക്ലിയർ?
നെക്സ്റ്റ് പോയിന്റ്, മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗ് ബിഗിൻസ് ബിഫോർ പ്രൊഡക്ഷൻ. വിപണനം എപ്പോൾ മുതൽ ആരംഭിക്കുന്നു? പ്രൊഡക്ഷന് മുന്നമേ തന്നെ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന പ്രവർത്തനം ആരംഭിക്കുന്നു. ബിഗിൻസ് ബിഫോർ പ്രൊഡക്ഷൻ. സെല്ലിംഗ് ആണെങ്കിലോ, സെല്ലിംഗ് ടേക്സ് പ്ലേസ് ആഫ്റ്റർ പ്രൊഡക്ഷൻ. സെയിൽ നടത്താൻ എപ്പോൾ മാത്രമേ സാധിക്കുകയുള്ളൂ? പ്രൊഡക്ഷന് ശേഷമല്ലേ സെയിൽസ് നടത്താൻ പറ്റുകയുള്ളൂ. അപ്പൊ സെല്ലിംഗ് ടേക്സ് പ്ലേസ് ആഫ്റ്റർ പ്രൊഡക്ഷൻ, ബട്ട് മാർക്കറ്റിംഗ് ബിഗിൻസ് ബിഫോർ പ്രൊഡക്ഷൻ. കാരണം എന്താ? മാർക്കറ്റിംഗിനകത്ത് കസ്റ്റമറുടെ നീഡിനാണ് ഫോക്കസ്, അല്ലെ? അപ്പൊ കസ്റ്റമറുടെ നീഡ് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? മാർക്കറ്റ് റിസർച്ച് നടത്തി കസ്റ്റമേഴ്സിന്റെ നീഡ്സ് ആൻഡ് വാണ്ട്സ് അല്ലെങ്കിൽ അവരുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് അറിയണം. അപ്പം അത് കഴിഞ്ഞിട്ടല്ലേ എന്ത് ചെയ്യാൻ പോവുകയുള്ളൂ? ഉൽപ്പന്നം നിർമ്മിക്കാൻ പോവുകയുള്ളൂ. അതുകൊണ്ടാണ് മാർക്കറ്റിംഗ് ബിഗിൻസ് ബിഫോർ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? നെക്സ്റ്റ് പോയിന്റ്, emphasis is given on product planning and development. മാർക്കറ്റിംഗിൽ ഊന്നൽ നൽകുന്നത് എപ്പോഴും ഏതിനായിരിക്കും? ഉൽപ്പന്നങ്ങൾ, പ്രോഡക്റ്റ് പ്ലാനിങ്ങിനും ഡെവലപ്മെന്റിനും ആയിരിക്കും, അല്ലെ? അതായത് കസ്റ്റമറുടെ നീഡ്സ് അനുസരിച്ച് പ്രോഡക്റ്റ് പ്ലാൻ ചെയ്യുന്നതിലും അത് ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിലുമാണ് മാർക്കറ്റിംഗ് ഊന്നൽ നൽകുന്നത്. വൈൽ സെല്ലിംഗ് emphasis on sale of goods already produced. സെയിൽസിൽ എന്തിനാണ് ഊന്നൽ നൽകുന്നത്? പ്രൊഡ്യൂസ് ചെയ്ത ഉൽപ്പന്നം എന്ത് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ? വിൽക്കുക, അതിനെ ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അത്ര മാത്രമാണ് സെല്ലിംഗിൽ നൽകുന്ന ഊന്നലുള്ളൂ. അല്ലാതെ അവിടെ കസ്റ്റമറുടെ ടേസ്റ്റോ പ്രിഫറൻസോ അവന്റെ സാറ്റിസ്ഫാക്ഷനോ ഒന്നും അവർ ചിന്തിക്കുന്നില്ല. എങ്ങനെയെങ്കിലും ഈ സാധനം ഒന്ന് വിറ്റഴിക്കാന്ന് മാത്രമാണ് സെല്ലിംഗിൽ നൽകുന്ന എംഫസിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, മാർക്കറ്റിംഗ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു കസ്റ്റമർ ഓറിയന്റഡ് ആണ്, അല്ലെ? മാർക്കറ്റിംഗ് ഈസ് എ കസ്റ്റമർ ഓറിയന്റഡ് എന്ന് പറയാം. യാതൊരു തെറ്റുമില്ല. കാരണം അവിടെ കസ്റ്റമേഴ്സിന്റെ നീഡ്സ് ആൻഡ് വാണ്ട്സ് ഐഡന്റിഫൈ ചെയ്ത്, അതായത് മാർക്കറ്റ് റിസർച്ചിനെടുത്ത് അത് കണ്ടുപിടിച്ച് അതിനനുസരിച്ചാണ് ഉൽപ്പന്നം ഉണ്ടാക്കുന്നത്, അല്ലെ? അപ്പൊ അതുകൊണ്ട് ഡെഫിനറ്റ്ലി വി ക്യാൻ സേ മാർക്കറ്റിംഗ് ഈസ് കസ്റ്റമർ ഓറിയന്റഡ്. ഹിയർ ദ കസ്റ്റമർ ഈസ് ദ കിങ്. അവിടെ കസ്റ്റമർ ആരാണ്? രാജാവാണ്. കസ്റ്റമർ ഈസ് ദ കിങ്. എന്നാൽ സെല്ലിംഗിൽ അങ്ങനെയല്ല. സെല്ലിംഗ് എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഓറിയന്റഡ് ആണ്. അത് ഉൽപ്പന്നത്തിൽ അധിഷ്ഠിതമാണ്, പ്രോഡക്റ്റ് ഓറിയന്റഡ് ആണ്. അപ്പൊ അവിടെ കസ്റ്റമർക്കല്ല പോലെ ആ ഉൽപ്പന്നം വിറ്റഴിക്കാന്ന് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ക്ലിയർ? നെക്സ്റ്റ് പോയിന്റ്, മാർക്കറ്റിംഗ് എയിംസ് അറ്റ് പ്രോഫിറ്റ്സ് ത്രൂ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. മാർക്കറ്റിംഗിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് കസ്റ്റമറെ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് ലാഭം നേടുക എന്നതാണ്. അപ്പം പ്രോഫിറ്റ് ത്രൂ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ് മാർക്കറ്റിംഗ് എയിം ചെയ്യുന്നത്. എന്നാൽ സെല്ലിംഗിലോ എയിംസ് അറ്റ് പ്രോഫിറ്റ് ത്രൂ സെയിൽസ് വോളിയം, ഇൻക്രീസ്ഡ് സെയിൽസ് വോളിയം, അല്ലെ? അപ്പൊ സെല്ലിംഗിന്റെ അകത്ത് അവരെങ്ങനെയാ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ ശ്രമിക്കുന്നത്? സെയിൽസ് വോളിയം ഇൻക്രീസ് ചെയ്തുകൊണ്ട്. അപ്പൊ എയിംസ് അറ്റ് പ്രോഫിറ്റ് ത്രൂ ഇൻക്രീസ്ഡ് സെയിൽസ് വോളിയം. സെയിൽസ് വോളിയം പരമാവധി കൂട്ടി പ്രോഫിറ്റ് നേടുക എന്നായിരിക്കും സെല്ലറുടെ എപ്പോഴുള്ള ചിന്ത. മാർക്കറ്റിംഗിലോ പ്രോഫിറ്റ് ത്രൂ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. നെക്സ്റ്റ്, the principle of caveat vendor, let the seller beware is followed. വെൻഡർ എന്ന് പറഞ്ഞാൽ ആരാണ്? സെല്ലർ, വിൽപ്പനക്കാരൻ. കാവിയറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മുന്നറിയിപ്പ് അല്ലെങ്കിൽ വാണിംഗ്, ജാഗ്രത, അല്ലെ? അപ്പൊ മാർക്കറ്റിംഗിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? കാവിയറ്റ് വെൻഡർ ആണ്. അതായത് സെല്ലർ ബിവെയർ, വിൽക്കുന്നയാള് ജാഗ്രത പുലർത്തണം. ആ ഒരു തത്വമാണ് മാർക്കറ്റിംഗിൽ ഫോളോ ചെയ്യുന്നത്. സെല്ലർ ജാഗ്രത പുലർത്തി, അതായത് കസ്റ്റമറുടെ നീഡ് ആൻഡ് വാണ്ട് അനുസരിച്ച് പ്രോഡക്റ്റുകൾ ഉൽപ്പാദിപ്പിച്ച് വിപണിയിൽ ഇറക്കിയെന്നാൽ മാത്രമാണ് അവന് നിലനിൽപ്പ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ മാർക്കറ്റിംഗിൽ എപ്പോഴും ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിൾ ഏതാണ്? കാവിയറ്റ് വെൻഡർ അല്ലെങ്കിൽ ലെറ്റ് ദ സെല്ലർ ബിവെയർ, അതായത് വിൽപ്പനക്കാരൻ വേണം ജാഗ്രത പുലർത്താൻ. എന്നാൽ സെല്ലിംഗിലോ ദ പ്രിൻസിപ്പിൾ ഓഫ് കാവിയറ്റ് എംപ്റ്റർ. എംപ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഇവിടെ ബയർ ആണ് ജാഗ്രത പുലർത്തേണ്ടതെന്നാണ്. ജാഗ്രത പുലർത്തേണ്ട ആരാണ്? ബയർ. ലെറ്റ് ദ ബയർ ബിവെയർ ഈസ് ഫോളോഡ്. അപ്പൊ വിൽപ്പനയില് അവന്റെ തത്വം എന്ന് പറയുന്നത് വാങ്ങുന്നയാള് എന്ത് ചെയ്തോളണം? ജാഗ്രത പുലർത്തിക്കോണം. അതായത് നോക്കി കാര്യങ്ങളെല്ലാം നോക്കിയും കണ്ടും, ഞങ്ങൾ ഇത് വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ അഡ്വർടൈസ്മെന്റുകളും അല്ലെങ്കിൽ പബ്ലിസിറ്റി ഇൻസെന്റീവ്സ് ഒക്കെ ഓഫർ ചെയ്യും. അതെല്ലാം നോക്കി പറക്കി വാങ്ങേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? ബയറുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ അവിടെ വാങ്ങുന്നവൻ ജാഗ്രത പുലർത്തിക്കോണം എന്നാണ് സെല്ലിംഗിന്റെ പ്രിൻസിപ്പിൾ. ക്ലിയർ? നെക്സ്റ്റ്, മാർക്കറ്റിംഗ് ഈസ് ആൻ ഇന്റഗ്രേറ്റഡ് അപ്രോച്ച്. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് ആണ്.
എന്താണ് ഇന്റഗ്രേറ്റഡ് എന്ന് പറഞ്ഞാല്? മീൻസ് വേരിയസ് ആസ്പെക്ട്സ് ഓഫ് മാർക്കറ്റിംഗ് ലിങ്ക്ഡ് ഓർ കോർഡിനേറ്റ് അല്ലെ. അതായത് മാർക്കറ്റിംഗിന്റെ വിവിധ ആസ്പെക്റ്റുകളെ ലിങ്ക് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കോർഡിനേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇന്റഗ്രേറ്റഡ് അല്ലെങ്കിൽ ഒരു സംയോജിപ്പിച്ചിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഏതിലുള്ളത്? മാർക്കറ്റിംഗിലുള്ളത് അല്ലെ. അതിനാണ് മാക്രോ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ എന്താ? വളരെ എക്സ്പാൻഡഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. അതായത് ഇതിന്റെ അകത്ത് മാർക്കറ്റ് റിസർച്ച്, പ്രോഡക്റ്റ് പ്ലാനിങ്, അഡ്വർടൈസ്മെന്റ്, സെയിൽസ് പ്രൊമോഷൻ എല്ലാം ഉൾപ്പെടുന്ന ഒരു ഇന്റഗ്രേറ്റഡ് അപ്രോച്ചാണ് മാർക്കറ്റിംഗ് എന്ന് പറയാം. അതായത് മാർക്കറ്റിംഗിന്റെ ഈ എല്ലാ ആസ്പെക്റ്റുകളും ഇവിടെ പറയുന്നില്ല, റിസർച്ച്, പ്രോഡക്റ്റ് ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു സംയോജിപ്പിച്ചിട്ടുള്ള ഒരു അപ്രോച്ചാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. എന്നാൽ സെല്ലിംഗ് എന്ന് പറഞ്ഞാല് അതൊരു വിഘടിതമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്മോൾ ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആണെന്ന് പറയാം. ഫ്രാഗ്മെന്റഡ് അപ്രോച്ച് അല്ലെങ്കിൽ മൈക്രോ എന്ന് വിളിക്കാം. attempt is made to sell whatever is produced. ഇവിടെ എന്താണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അത് സെയിൽ നടത്താനുള്ള ഒരു ശ്രമം മാത്രം ഉൾപ്പെടുന്ന ഒരു സങ്കുചിതമായിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഏതിൻ്റെത്? സെല്ലിങ്ങിൻ്റെത്. ഫ്രാഗ്മെന്റഡ് അപ്രോച്ച് ആണെന്ന് പറയാം. അപ്പൊ മാർക്കറ്റിംഗിൻ്റെത് ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് ആണ്, സെല്ലിങ്ങിൻ്റെത് ഫ്രാഗ്മെന്റഡ് അപ്രോച്ച് ആണ്. നെക്സ്റ്റ്, മാർക്കറ്റിംഗ് ഇസ് എ ലോങ് ടേം പെർസ്പെക്റ്റീവ്. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ലോങ് ടേം ദീർഘവീക്ഷണമുള്ളതാണ്. ആസ് ഇറ്റ് ലേസ് എംഫസിസ് ഓൺ ഗ്രോത്ത് ആൻഡ് സ്റ്റെബിലിറ്റി ഓഫ് ബിസിനസ്. മാർക്കറ്റിംഗിൽ എപ്പോഴും അവർ ആ ബിസിനസിന്റെ വളർച്ചയും സ്ഥിരതയും ഒക്കെ ഉറപ്പാക്കാനാണ് ശ്രമിക്കുന്നത്. ഒരു ചുരുങ്ങിയ കാലത്തേക്ക് പ്രോഫിറ്റ് നേടുക എന്നുള്ള അല്ലത, അത് പരമാവധി വളർന്ന് അത് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സ്ഥാപനമായിട്ട് നിലനിൽക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാടോടു കൂടിയാണ് മാർക്കറ്റിംഗ് ചിന്തിക്കുന്നത്. അപ്പം അതെന്ന് പറയുന്ന ഒരു ലോങ് ടേം ദീർഘവീക്ഷണമുള്ള ഒരു കാഴ്ചപ്പാടാണ് ഇതെന്ന് പറയുന്നത് മാർക്കറ്റിംഗ്. അതായത് ഗ്രോത്തും സ്റ്റെബിലിറ്റിയും ഒക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് അതിൽ ചെയ്യുന്നത്. ഇനി സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഷോർട്ട് ടേം പെർസ്പെക്റ്റീവ് ആണ് അതിനുള്ള ഒരു ചുരുങ്ങിയ ഒരു കാഴ്ചപ്പാടേ ഉള്ളൂ. ആസ് ഇറ്റ് എംഫസിസ് പ്രോഫിറ്റ് മാക്സിമം. അതിനകത്ത് എന്തുമാത്രം അവർ ചിന്തിക്കുന്നുള്ളൂ? കയ്യിലിരിക്കുന്ന ഗുഡ്സ് വിറ്റ് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യും, സെയിൽസ് ഇൻക്രീസ് ചെയ്യുക, എങ്ങനെയെങ്കിലും അങ്ങനെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക. അല്ലാണ്ട് ഒരു ലോങ് ടൈം ഗ്രോത്തോ സ്റ്റെബിലിറ്റിയോ ഒന്നും സെല്ലിങ്ങില് ഫോക്കസ് ചെയ്യുന്നില്ല. ഇത്രയുമാണ് മാർക്കറ്റിംഗും സെല്ലിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പൊ നോട്ട്ബുക്കിൽ എഴുതുമ്പോൾ ഇതിങ്ങനെ ചുരുക്കി ഇങ്ങനെ എഴുതിയാൽ മതി, ഈ ഡിഫറൻസ് അങ്ങ് എഴുതിയാൽ മതി. ഇപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? മാർക്കറ്റിംഗിന്റെ സെല്ലിങ്ങിന്റെയും മീനിങ് പഠിച്ചു. ഇവ തമ്മിലുള്ള ഡിഫറൻസും. അപ്പൊ ഡിഫറൻസിനകത്ത് ഒന്നുകൂടി പറയാം. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ് ഫോക്കസ് ചെയ്യുന്നത്? കസ്റ്റമേഴ്സ് നീഡ്സ് ആണ് ഫോക്കസ്, കസ്റ്റമേഴ്സ് നീഡ്സ്. സെല്ലിങ്ങിലോ ഫോക്കസ് സെല്ലേഴ്സ് നീഡ്സ്. മാർക്കറ്റിംഗ് ബിഗിൻസ് ബിഫോർ പ്രൊഡക്ഷൻ. മാർക്കറ്റിംഗ് എപ്പോഴേ ആരംഭിക്കുന്നു? ഉൽപ്പന്നം പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുന്നമേ ആരംഭിക്കുന്നു. എന്നാൽ സെല്ലിംഗ് ബിഗിൻസ് ഓൺലി ആഫ്റ്റർ പ്രൊഡക്ഷൻ. സെല്ലിംഗ് എപ്പോഴേ ആരംഭിക്കുന്നുള്ളൂ? പ്രൊഡക്ഷൻ നടത്തിയ ശേഷമാണ് സെല്ലിംഗ് ആരംഭിക്കുന്നുള്ളൂ. മാർക്കറ്റിംഗില് പ്രോഡക്റ്റ് പ്ലാനിങ് ആൻഡ് ഡെവലപ്മെന്റിനാണ് ഇമ്പോർട്ടൻസ്. സെല്ലിംഗിലോ സെയിൽസ് ഓഫ് ഗുഡ്സ് നടത്തുക, വിൽപ്പന നടത്തുക എന്നുള്ളതാണ് പ്രാധാന്യം. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് കസ്റ്റമർ ഓറിയന്റഡ് ആണ്, സെല്ലിംഗ് എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഓറിയന്റഡ് ആണ്. മാർക്കറ്റിംഗിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നത് എങ്ങനെയാണ്? ത്രൂ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ്. സെല്ലിംഗില് ത്രൂ സെയിൽസ് വോളിയം ഇൻക്രീസ് ചെയ്യിച്ചാണ് പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നത്. മാർക്കറ്റിംഗിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? സെല്ലർ ബിവെയർ എന്നാണ്. അതായത് വാങ്ങുന്നയാള് ജാഗ്രത പുലർത്തണം. എന്നാൽ സെല്ലിംഗിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ബയർ ബിവെയർ. അതായത് മാറിപ്പോയി പറഞ്ഞത്. മാർക്കറ്റിംഗിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് വിൽപ്പനക്കാരൻ ജാഗ്രത പുലർത്തണം, സെല്ലർ ജാഗ്രത പുലർത്തണം എന്നാണ്. സെല്ലിംഗിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? ബയർ ബിവെയർ. അതായത് വാങ്ങുന്നയാള് ജാഗ്രത പുലർത്തണം. ഇനി മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു മൈക്രോ അപ്രോച്ച് ആണ് അല്ലെ. അതായത് ഒരു ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് ആണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ മാക്രോ അപ്രോച്ച് എന്ന് നമുക്ക് പറയാം. സെല്ലിംഗ് എന്ന് പറയുന്നത് മൈക്രോ അല്ലെങ്കിൽ ഫ്രാഗ്മെന്റഡ് അപ്രോച്ച് എന്ന് പറയാം. ഇനി മാർക്കറ്റിംഗിന്റെ പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ ലോങ് ടേം പെർസ്പെക്റ്റീവ് ആണ്, സെല്ലിംഗിന്റേത് ഷോർട്ട് ടേം പെർസ്പെക്റ്റീവ് ആണ്. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി. മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.